മേഖലയിൽ നമ്മൾ ഇന്നലെ മനസ്സിൻ്റെ നവീകരണത്താൽ രൂപാന്തരപ്പെടുക എന്ന് മനസ്സിലാക്കിയത് വലിയ ഒരു സബ്ജക്റ്റാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഇന്നലെ അബോധ മനസ്സിൻ്റെ, ഉപബോധ മനസ്സിൻ്റെ, സുബോധ മനസ്സിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി. എന്നാൽ അതോടൊപ്പം തന്നെ വളരെ സ്ഥായിയായിട്ടുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് മനസ്സാക്ഷിയുടെ നവീകരണം, മനസ്സാക്ഷിയുടെ വിശുദ്ധീകരണം. എബ്രായ ലേഖനത്തിൽ 9-ാം അധ്യായത്തിൽ 14-ാമത്തെ വചനത്തിൽ പറയുന്നു, നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല. നിത്യാത്മാവ് മുഖേന തന്നെ തന്നെ അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം, അപ്പോൾ ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള മനസ്സാക്ഷിയുടെ വിശുദ്ധീകരണത്തിലൂടെയാണ് വിശുദ്ധിയിൽ വലിയ ഉയരങ്ങളിലേക്ക് സാധിക്കുക. മനസ്സാക്ഷിയുടെ വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കണം, എന്താ മനസ്സാക്ഷി? മനസ്സാക്ഷിയെക്കുറിച്ച് തന്നെ മനുഷ്യന് വളരെ ചുരുങ്ങിയ അറിവേ ഉള്ളൂ. മനസ്സാക്ഷി എന്നത് ദൈവം മനുഷ്യനിൽ നൽകിയിട്ടുള്ള, നമ്മളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ മനുഷ്യനിൽ സ്ഥാപിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ ശബ്ദമാണ്. അത് ഇറ്റ് ഈസ് ദ കോർ ആൻഡ് സാങ്ച്വറി ഓഫ് മാൻ എന്ന് പറയുന്നത്. അത് അതിവിശുദ്ധവും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണത്. മനസ്സാക്ഷിയിൽ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം നമ്മൾ പാലിക്കേണ്ടതായ ഒരു നിയമത്തെ ആലേഖനം ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? നമ്മളോട് ചോദിച്ചുകൊണ്ടല്ല ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് സൃഷ്ടാവ് നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ നമ്മൾ പാലിക്കേണ്ടതായ ഒരു നിയമത്തെ മനസ്സാക്ഷിയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ആ നിയമം നന്മയെ തിരിച്ചറിയുന്നതിനും നന്മ പ്രവർത്തിക്കുന്നതിനും തിന്മയെ തിരിച്ചറിയുന്നതിനും തിന്മയെ തിരസ്കരിക്കുന്നതിനും ഉള്ള നിയമമാണ്. അതാണ് മനസ്സാക്ഷി. എന്താണ് മനസ്സാക്ഷി? നമ്മെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം നമ്മുടെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന ഒരു നിയമം, അത് നന്മയെ തിരിച്ചറിയുന്നതിനും നന്മ പ്രവർത്തിക്കുന്നതിനും തിന്മയെ തിരിച്ചറിയുന്നതിനും തിന്മയെ തിരസ്കരിക്കുന്നതിനും ഉള്ള മനുഷ്യൻ്റെ ആ കഴിവാണ് മനസ്സാക്ഷി. ദൈവം തന്നെ ഇത് നമ്മളിൽ എഴുതിയിരിക്കുന്ന ഒന്നാണ്. പക്ഷെ എന്തുകൊണ്ടാണ് പിന്നെ നന്മയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത്? ചിലപ്പോൾ അപ്പോൾ ഈ മനസ്സാക്ഷിയെ നിർമ്മലമായി സൂക്ഷിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? മനസ്സാക്ഷിയിൽ മലിനത കലരും. മനസ്സാക്ഷിയിൽ മലിനത കലർന്നാൽ ആ മനസ്സാക്ഷി കൊണ്ട് നന്മ തിന്മകളെ തിരിച്ചറിയുക സാധ്യമല്ലാതാകും. അപ്പോൾ മനസ്സാക്ഷിയാണ് നമ്മളെ നയിക്കുന്നത്. മനസ്സാക്ഷിയാണ് നന്മയും തിന്മയും തിരിച്ചറിയുന്നതും നന്മ പ്രവർത്തിക്കാൻ നമ്മളോട് നമ്മുടെ ഉള്ളിൽ ഒരു ശബ്ദമാണ്, അത് ചെയ്യൂ, ദാറ്റ് ഈസ് ഗുഡ്, അത് ചെയ്യൂ, അത് കറക്റ്റ്, അത് ചെയ്യും, ഇത് തെറ്റാണ്, അത് ചെയ്യരുത് എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നൊരു ശബ്ദമാണ് ഈ മനസ്സാക്ഷി. അത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. എന്നാൽ ഈ ലോകത്തിനോട് അനുരൂപരായി ജീവിക്കുമ്പോൾ, അതാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കരുത്. ഈ ലോകത്തിൽ അനുരൂപരായി ജീവിച്ചു എന്ന് നമ്മൾ കേൾക്കുകയാണ്. ഒന്നുള്ളതിന് വലക്കയം കൊണ്ടടിക്കണം. ഇപ്പം എന്ത് സംഭവിച്ചു? നമ്മുടെ മനസാക്ഷിയിൽ ദൈവം എഴുതിയിരിക്കുന്ന ആ നിയമത്തിൻ്റെ പുറത്ത് വേറൊരു നിയമം എഴുതിയിരിക്കുകയാണ്. ഒന്നുള്ളതിന് വലക്കും.
അപ്പം പിന്നെ സാവധാനം നമ്മളെ നയിക്കുന്നത് ഏത് നിയമം? ഈ ലോകം എഴുതിയ ഈ നിയമമാണ്. ഇങ്ങനെയാണ് ആദ്യ പാപം ഉണ്ടായത് തന്നെ. ആദ്യമേ തന്നെ ദൈവം ആദത്തിൻ്റെയും ഹവ്വയുടെയും മനസാക്ഷിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ഈ തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് കഴിക്കാം, ഒരു വൃക്ഷത്തിൻ്റെ മാത്രം നിങ്ങൾ കഴിക്കരുത്. ഉൽപ്പത്തി 3:3. സർപ്പം അവളോട് ചോദിക്കുകയാണ്, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? കണ്ടോ, ഒരു സൂത്രമാണ്. എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിന്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അവൾ എങ്ങനെ മനസ്സിലാക്കുന്നു? എവിടെ അത് പറഞ്ഞിരിക്കുന്നത്? അവരുടെ മനസാക്ഷിയിൽ ദൈവത്തിൻ്റെ ശബ്ദമാണത്. മനസ്സിലായോ? ദൈവം പറഞ്ഞിട്ടുണ്ട് എന്ന് അവരിപ്പോൾ പറയുന്നത് അവരുടെ അടുത്ത് പുസ്തകമൊന്നും ഉണ്ടായിരുന്നില്ല, അവരുടെ മനസാക്ഷിയുടെ ശബ്ദമാണത്. ഉടനെ സർപ്പം തിരിച്ചടിച്ചു. അപ്പോൾ കേട്ടോ, നേരെ ഓപ്പോസിറ്റ്, എ ടോട്ടലി ഓപ്പോസിറ്റ് കൺവിക്ഷൻ, നേരെ വിരുദ്ധമായിട്ടുള്ളത്. ദൈവം പറഞ്ഞിട്ടുണ്ട് അത് തൊടുക പോലും ചെയ്യരുത്, അത് ഭക്ഷിച്ചാൽ നീ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ സർപ്പം തിരിച്ചടിച്ചു, നീ മരിക്കുകയില്ല. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല. മനസാക്ഷിയിൽ ഈ കമ്പ്യൂട്ടറിൽ വൈറസ് കയറുന്ന മാതിരിയാ, മനസാക്ഷിയെ മലിനമാക്കുന്നു. തുടർന്ന് അതിനെ വിശേഷീകരിച്ചുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞു, നീ ദൈവത്തെ പോലെ ആകും. അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. ഇത്രയും കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ ഹവ്വായുടെ മനസാക്ഷിയിൽ ദൈവം എഴുതിയിരുന്ന ആ ഒറിജിനൽ മെസ്സേജ് പുറത്ത് ഇതെഴുതി, അത് മലിനമായി. ഇനി ഒരു ഭ്രമമാണ്. ഇപ്പം ഹവ്വയ്ക്ക് മനസ്സിലാവുന്നില്ല, ദൈവം പറഞ്ഞേക്കണത് ഇപ്പം ഓർക്കുന്ന പോലുമില്ല. ഇപ്പോൾ മുഴുവൻ ശ്രദ്ധ ആ ഫലത്തിലേക്കായി. അത് വളരെ മനോഹരമായിരിക്കുന്നല്ലോ. തുറന്നു വായിച്ചേ. ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. ഭർത്താവിനും കൊടുത്തു. ഇപ്പൊ അത് അവൾക്ക് തിന്മ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടാണോ ഭക്ഷിച്ച? ആണോ? അല്ല, ഇത് വളരെ നല്ലൊരു സാധനമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവള് ഭക്ഷിച്ചത്. ഇങ്ങനെയാണ് ആദ്യ പാപം ഉണ്ടായത്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ മനസ്സാക്ഷിയിൽ ദൈവം എഴുതിയിട്ടുള്ള ആ ഒറിജിനൽ, ആ സത്യമായ ബോധ്യങ്ങളുടെ മീതെ ഈ ലോകത്തിൽ നിന്നുള്ള തിന്മ നിറഞ്ഞ പിശാചിൻ്റെതായ നുണകൾ നമ്മുടെ മനസാക്ഷിയിലേക്ക് കടന്നുകൂടുന്നു. അങ്ങനെ ആ നുണകൾ, ആ സത്യമല്ലാത്തത് നമ്മുടെ ജീവിതത്തെ അസത്യത്തിൻ്റെ മാർഗത്തിലേക്കും അശുദ്ധിയിലേക്കും നമ്മൾ അറിയാതെ തന്നെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന്, ഒരു യുവാവ് പറയുകയാണ്, ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു, ഞാനും അവളും തമ്മിൽ വലിയ സ്നേഹമാണ്, ആ സ്നേഹത്തിൻ്റെ അനുഭവം ഞങ്ങൾ പങ്കുവയ്ക്കുന്നു, ഞങ്ങൾ പരസ്പരം ഒരുമിച്ച് പല സ്ഥലത്തും പോകുന്നു, അങ്ങനെ ഞങ്ങൾ ആ പരസ്പരം സ്നേഹിക്കുന്നതിൻ്റെ ഞങ്ങൾ നിർബന്ധിച്ചിട്ടൊന്നുമല്ല, സ്നേഹത്തിൻ്റെ പേരിൽ ഞങ്ങൾ ഒരുമിച്ച് കിടക്കുന്നു, ഒരുമിച്ച് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവമായ ആ ലൈംഗിക ബന്ധത്തിലെല്ലാം ഞങ്ങൾ ഏർപ്പെടുന്നു. സ്നേഹത്തിൻ്റെ പേരില്ല. ആഫ്റ്റർ ഓൾ
സ്നേഹം എവിടെയുണ്ടോ അവിടെ ദൈവമുണ്ട്. ഇത് ശരിയോ തെറ്റോ? കണ്ടോ എന്താ ഇത്ര താമസം ഉത്തരം പറയാൻ? കണ്ടോ ഉത്തരം പറയാൻ ഇത്ര താമസം? കണ്ടോ ഇത് ശരിയോ തെറ്റോ? തെറ്റ്. ചിലരൊന്നും മിണ്ടുന്നില്ല. ഇതാണ് ഇന്നത്തെ ലോകം. സുഭാഷിതങ്ങൾ 14:12. ശരിയെന്ന് തോന്നുന്ന വഴി, ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാവാം. പരസ്യമായിട്ട് പറയാൻ പറ്റാത്ത തരത്തിൽ അത്രയ്ക്ക് വലിയ തിന്മകൾ നമ്മുടെ മനസ്സാക്ഷിയിൽ കടന്നുകൂടാറുണ്ട്. ഈ ലോകത്തിൽ നിന്ന്, നമ്മൾ വായിക്കുന്ന പത്രത്തിൽ നിന്ന്, നമ്മൾ കാണുന്ന പരസ്യങ്ങളിൽ നിന്ന്, നമ്മൾ വായിക്കുന്ന ചീത്ത പുസ്തകങ്ങളിൽ നിന്ന്, നമ്മളുടെ സംസാരങ്ങളിൽ നിന്ന്, നമ്മുടെ ഭാവനയിൽ നിന്നെല്ലാം ഇത് മനസ്സിൽ കടന്നുകൂടുന്നു. അതങ്ങനെ നമ്മുടെ മനസ്സാക്ഷിയെ മലിനമാക്കുന്നു. ഇതിൻ്റെ വിശുദ്ധീകരണം നടത്തുന്നത് ഇങ്ങനെയാണ്. വളരെ എളുപ്പമാണ് വിശുദ്ധീകരണം. ആദ്യം നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ മനസ്സാക്ഷിയെ നിർമ്മലമാക്കി സൂക്ഷിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ ഇത്രയും വലിയ, ഇത്രയും ജ്ഞാനിയ, ഇത്രയും തെരഞ്ഞെടുക്കപ്പെട്ട തിമോത്തിക്ക് എഴുതുകയാണ്. തിമോത്തി, എൻ്റെ മകനായ തിമോത്തിയോസേ, 1 തിമോത്തി 1:18-19. എൻ്റെ മകനായ തിമോത്തിയോസേ, നിന്നെക്കുറിച്ച് നേരത്തെ ഉണ്ടായിട്ടുള്ള പ്രവചനങ്ങൾക്കനുസൃതം വിശ്വാസത്തോടും നല്ല മനസാക്ഷിയോടും കൂടെ നന്നായി പോരാടുന്നതിനുള്ള ചുമതല നിന്നെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. ചില ആളുകൾ മനസാക്ഷിയെ തിരസ്കരിച്ചുകൊണ്ട് വിശ്വാസം തീർത്തും നശിപ്പിച്ചു കളയുന്നു. നല്ല ഒരു പോരാട്ടം, വിശ്വാസത്തിന് വേണ്ടി പോരാടണം. നല്ല മനസാക്ഷിയോടുകൂടി, നിർമ്മലമായ ഒരു മനസാക്ഷി. നിർമ്മല ഹൃദയ ഭാഗ്യവാന്മാർ, ദൈവത്തെ അവർ കാണും. അപ്പോൾ ഒന്ന്, മനസാക്ഷിയെ വിശുദ്ധീകരിക്കണം. അതാണ് നമ്മുടെ ഈ വ്യക്തിപരമായ പ്രാർത്ഥനയിലെ ഒരു പ്രാർത്ഥന. വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നമുക്ക് കാണാം, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ മനസാക്ഷിയെ ഞാൻ സമർപ്പിക്കുന്നു. പിന്നെ വിശുദ്ധീകരിക്കുന്ന സമയത്ത് എൻ്റെ മനസാക്ഷിയെ തിരുരക്തം കൊണ്ട് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മുടെ മനസാക്ഷിയെ തിരുരക്തം കൊണ്ട് കഴുകുമ്പോൾ മാത്രമേ മനസാക്ഷിയിൽ നമ്മൾ അറിയാതെ തന്നെ കടന്നുകൂടിയിട്ടുള്ള നിരവധിയായ തെറ്റായിട്ടുള്ള ബോധ്യങ്ങൾ എടുത്തു മാറിയാൽ മാത്രമേ നമ്മുടെ വിശ്വാസം തന്നെ വളരുകയുള്ളൂ. നമ്മുടെ വിശ്വാസം, ഇപ്പം ഉദാഹരണത്തിന് ഞാൻ ഇന്നലെ പറഞ്ഞു, പിന്നെ അന്ന് പറഞ്ഞു, ഒരു സഹോദരി പറയുകയാണ്, ബ്രദറെ ആ വീട്ടിൽ പോകരുത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, കാരണം അവിടെയൊക്കെ പിശാച, അല്ലെങ്കിൽ അവരിൽ കൂടോത്രമൊക്കെ ഉള്ളതാണ്, അതൊക്കെ ബ്രദറിൻ്റെ അടുത്തേക്ക് വരും. ഇങ്ങനെ ഒരു ബോധ്യം ആ സഹോദരിക്കുണ്ടെങ്കിൽ അതെവിടെയുള്ളത്? മനസാക്ഷിയില്ല. ആ ബോധ്യം ഉണ്ടെങ്കിൽ എങ്ങനെ അവളിൽ വിശ്വാസം വളരും? മറിച്ച് എന്താണ് ബോധ്യമുണ്ടാകേണ്ടത്? റോമാക്കാർക്കെതിരെ ലേഖനം 8-ാം അധ്യായത്തിൽ 31-35 വചനം വായിക്കുകയാണെങ്കിൽ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ. എല്ലാവരും കരമുയർത്തുന്ന ഏറ്റു പറഞ്ഞ്, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും? മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശുക്രിസ്തു തന്നെ. നമ്മളാരും പറഞ്ഞിട്ടല്ല യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്. നമ്മളാരും പറഞ്ഞിട്ടല്ല യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഉയർത്തത്. നമ്മളാരും പറഞ്ഞിട്ടല്ല യേശുക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഉണ്ടോ ഇല്ലയോ? ഈ ബോധ്യം നമുക്ക് വേണം. എനിക്ക് വേണ്ടി യേശുക്രിസ്തു രക്തം ചിന്തി മരിച്ച് ഉയർത്ത് പിതാവിൻ്റെ വലതുഭാഗത്ത് എനിക്ക് വേണ്ടി ഇപ്പോൾ മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ യേശുക്രിസ്തുവാണ് എൻ്റെ ശക്തി.
ആ യേശുക്രിസ്തു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ആ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈ ലോകത്തിലുള്ള സകല പിശാചുക്കളും എൻ്റെ അടുത്ത് വന്നാലും അവയ്ക്ക് ഒന്നും എന്നെ ചെയ്യാൻ സാധ്യമല്ല. കാരണം എൻ്റെ യേശുക്രിസ്തു, ദൈവമായ യേശുക്രിസ്തു എൻ്റെ കൂടെയുണ്ട്. ആ യേശുക്രിസ്തു എന്നെ സംരക്ഷിക്കും. 35-ാമത്തെ വചനം വായിച്ചേ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ക്ലേശമോ, ദുരിതമോ, ദുരിതമോ, പീഡനമോ, പീഡനമോ, പട്ടിണിയോ, പട്ടിണിയോ, നഗ്നതയോ, നഗ്നതയോ, ആപത്തോ, ആപത്തോ, വാളോ. വാളോ. തുടർന്ന് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. എന്തെന്നാൽ മരണത്തിനോ, ജീവനോ, ദൂതന്മാർക്കോ, അധികാരങ്ങൾക്കോ, ഇക്കാലത്തുള്ളവയ്ക്കോ, വരാനിരിക്കുന്നവയ്ക്കോ, ശക്തികൾക്കോ, ഉയരത്തിനോ, ദൈവത്തിന് ആഴത്തിനോ, മറ്റേതെങ്കിലും സൃഷ്ടിക്കോ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പത്രോസ് ശ്ലീഹയുടെ ലേഖനത്തിൽ 1 പത്രോസ് 3 21 പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ മനസാക്ഷിയുടെ നവീകരണം. അതിന്റെ സാദൃശ്യമുള്ള ജ്ഞാനസ്നാനം ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നു. അത് നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യത്തിന്റെ നിർമ്മാർജ്ജനമല്ല, മറിച്ച് ശുദ്ധ മനസാക്ഷിക്കായി യേശുക്രിസ്തുവിന്റെ ഉത്ഥാനം വഴി ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനയാണ്. ആദി പാപങ്ങളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുന്നത് മാമോദീസായിലൂടെ ആ ആദി പാപത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളും നമ്മുടെ മനസാക്ഷിയിൽ നിന്നും വിശുദ്ധീകരിച്ചുകൊണ്ടാണ്. മാമോദീസ നമ്മുടെ ബാഹ്യ വിശുദ്ധീകരണമല്ല, മറിച്ച് യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിലൂടെ മനസാക്ഷിയുടെ വിശുദ്ധീകരണമാണ് നടത്തുന്നത്. വിശുദ്ധീകരിച്ചിരുന്നെന്ന് പാടിയത് നമുക്കൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം, മനസാക്ഷിയെ സമർപ്പിച്ചുകൊണ്ട്. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. ആസക്തികളാൽ കലുഷിതമാമൻ പഴയ മനുഷ്യനെ ദൂരെയെറിയൂ. ദൈവത്തിൻ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയൊരു മനുഷ്യനായി ജനിപ്പിക്കൂ. നമ്മുടെ ചിന്തകളും ഭാവനകളും എല്ലാം മാറി ദമാസ്കസിലേക്ക് വലിയൊരു ബോധ്യവുമായിട്ട് പോയതാണ് ശൗൽ. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് അവരെ തടവിലാക്കുകയും അവരെ വധിക്കുകയും ചെയ്യുന്നതിനുള്ള ബോധ്യവുമായിട്ട് ഡമാസ്കസിലേക്ക് പോയ ശൗലിൻ്റെ മനസാക്ഷിയിൽ ദൈവം പ്രകാശിച്ചു. ആ ഉൾക്കണ്ണുകൾ തുറന്നു. ആ മനസാക്ഷി വിശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ മുമ്പുണ്ടായിരുന്ന ബോധ്യം മാറി. ആ യേശുവിനെ പ്രഘോഷിക്കുന്നവനായിട്ട് മാറി. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവൻ യേശുവിനെ പ്രഘോഷിക്കുന്നവനായിട്ട് മാറി. ആ മനസാക്ഷി പൂർണ്ണമായിട്ട് മാറി.